വർഷം 2000. അന്ന് 3 കൂട്ടുകാർ നാട്ടിലെ പൂരവും കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്നു. സമയം അർദ്ധരാത്രി 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഇരുട്ട് നിറഞ്ഞ ഇടവഴിയിലൂടെ 3 പേരും കഥ പറഞ്ഞ് ചൂട്ടുനെളിച്ച് നടന്നു. ഇടവഴി കഴിഞ്ഞാൽ നേരെ കയറുന്നത് വയലിലേക്കാണ്. ചൂട്ടൊന്നുകൂടി ഉയർത്തി വീശി അവർ വയലിലൂടെ നടക്കാൻ തുടങ്ങി. ഡാ ഒന്ന് നിന്നേ. ഏറ്റവും പുറകിൽ നടക്കുന്നവരുടെ ശബ്ദമായിരുന്നു അത്. മറ്റു 2 പേരും നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. എന്തേ, ഒരു ശബ്ദം കേൾക്കുന്നില്ലേ? ശബ്ദമോ? അതെ, ഒരു ചങ്ങലയുടെ ശബ്ദം. അത് കേട്ടതും മുന്നിലുള്ള 2 പേരും ദൂരേക്ക് ചെവി കൂർപ്പിച്ചു. ശരിയാണല്ലോ, ഒരു ചങ്ങല കുലുക്കി ആരോ വരുന്നത് പോലെ. അത് കാര്യമാക്കാതെ 3 പേര് വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ദൂരെ നിന്നും കേട്ട ആ ശബ്ദം അടുത്തേക്ക് വരുന്നത് പോലെ തോന്നുന്നില്ലേ? അതെ, ആ ശബ്ദം നമ്മൾ മുന്നോട്ട് നടക്കുന്നവരും അടുത്തേക്കായി വരുന്നു. അത്രയും ദൂരം ഉല്ലസിച്ച് വന്നവരുടെ ശൗര്യം അപ്പോഴേക്കും കെട്ടു തുടങ്ങിയിരുന്നു. 3 പേരും വിയർക്കാൻ തുടങ്ങി. ഇപ്പോൾ സമയം ഒരുപാടായില്ലേ? ഈ സമയത്താരാ ചങ്ങലയും കൊണ്ടുവരുന്നത്? എന്തോ ഒരു പന്തികേട് തോന്നിയതിനാലാവാം 3 പേരുടെ നടത്തത്തിൻ്റെ സ്പീഡ് കൂടി. പെട്ടെന്ന് വയലിൽ നിന്നും ഒരു ചങ്ങല സ്പീഡിൽ നിരങ്ങി അവർ കരികിലേക്ക് വന്നു. പേടിച്ച് വിറച്ച് മുന്നോട്ട് നടക്കാനാവാതെ 3 നിന്നുപോയി. ആ സമയം 3 പേർക്കും തങ്ങളുടെ ചുറ്റും വല്ലാത്തൊരു ചൂട് അനുഭവപ്പെട്ടു. ഒരു ചങ്ങല കൊണ്ട് ആരോ ശരീരം മുഴുവൻ വരിയുന്നത് പോലെ. ഭയവും വേദനയും കാരണം ശബ്ദിക്കാനാവാതെ നിമിഷങ്ങൾ കടന്നുപോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ശരീരത്തിൽ നിന്ന് ചങ്ങല അഴിയുന്നതായും ഒരു കറുത്ത നിഴൽ നിലം തൊടാതെ അവർ കരയിൽ നിന്ന് പോകുന്നതായും കണ്ടു. പേടിച്ച് വിറച്ച് 3 വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തി വിവരം പറഞ്ഞതും അമ്മ ഒരു കാര്യം പറഞ്ഞു. അത് ചങ്ങലമാടനാ. മേലൊക്കെ പൊള്ളുന്നത് പോലെ തോന്നും. കണ്ടാൽ പേടിപ്പിക്കാതെ വീടില്ല. കാലം മാറിയെങ്കിലും ഇന്നും മാടൻ്റെ കഥകൾ ആ നാടിനെ വിടാതെ പിന്തുടരുന്നു. മറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളും